പിള്ളേരെ പ്രാണം കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് കത്തിരിക്കുന്ന കോഴി 2 രണ്ടാഴ്ചയ്ക്ക് മുമ്പിൽ ശവമായിട്ടിരിക്കുന്ന കോഴി 3 അതിവർക്കും ചൂടാക്കും, തിന്നും, ബാക്കി ആഹാരശവം അതിലേക്ക് തന്നെ വയ്ക്കും. എന്നീ നരകം പിടിച്ച സാധനം ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ വീട്ടിലെത്തിയോ അന്ന് തുടങ്ങി കഫക്കെട്ട്, കഫജന്യമായ രോഗങ്ങളും പുതിയ രോഗങ്ങളിലേക്ക് നമ്മുടെ വയറിന്റെ ഭൂമിശാസ്ത്രത്തിൽ ഒരിക്കലും രുചിക്കാത്ത ഭക്ഷണ സാധനം. ജീവനുള്ള ഭക്ഷണം എന്താണ്? മൃതഭക്ഷണം. ആ തക്കാളി തന്നെ വേവിച്ചിട്ട് പറമ്പിലേക്ക് എറിഞ്ഞിട്ട് മുളയ്ക്കുമോ? അതിന്റെ ജീവതലം പോയി. പക്ഷെ പോഷകത്തിലുണ്ട്, പോഷകമുണ്ട്. അതുകൊണ്ട് മൃതഭക്ഷണം കഴിച്ചാലും പോഷക ഘടനയിൽ മെച്ചമൊക്കെ കിട്ടും, പക്ഷെ കുറയുമെന്ന് നമുക്കറിയാം. ഈ എന്താ പ്രേതഭക്ഷണം? കഴിക്കുന്ന നമ്മളുടെ ആരോഗ്യത്തെ വലിച്ചൂറ്റിയെടുക്കുന്ന, രക്തം വലിച്ചൂറ്റി കുടിക്കുന്ന യക്ഷിയെ പോലെ കഴിക്കുന്ന നമ്മുടെ ആരോഗ്യം, ജീവശക്തിയെ വലിച്ചൂറ്റി കളയുന്ന, ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് നമ്മളെ വീഴ്ത്തുന്ന ചില ഭക്ഷണ സാധനങ്ങളുണ്ട്. അതിനെയാണ് പ്രേതഭക്ഷണം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഭീകരനായ പ്രേതഭക്ഷണമാണ് ചാരായം, മദ്യം, ആൽക്കഹോൾ. കഴിക്കുന്നവർക്ക് പോഷകങ്ങൾ, ജീവശരീര തലം കുറയുന്നതല്ലാതെ ഈ ചാരായത്തെക്കാൾ മോശമായ വേറൊരു സാധനമുണ്ട്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള സാധനമാണ്, എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് പഞ്ചസാര. ചാരായത്തെക്കാൾ അവരുടെ കാര്യം. ക്യാൻസറിന്റെ അടിത്തറയിലുള്ളത് പഞ്ചസാരയാണ്. പല ഘടകങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടത് പഞ്ചസാരയാണ്. ഫാക്ടറി ഫുഡാണ്, ഫാക്ടറി ഫുഡാണ്. പ്രകൃതി പഞ്ചസാര ഉണ്ടാക്കിയിട്ടില്ല. പ്രകൃതി കരിമ്പിന്റെ നീരാണ് വന്നിട്ടുള്ളത്. ആ കരിമ്പിന്റെ നീരിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം ചേരുമ്പടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ദഹിപ്പിക്കാൻ ശരീരത്തിൽ അറിയാം. അതിനെ നിങ്ങൾ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപെടുത്തരുത്. നിങ്ങൾ അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത നീര് വേവിച്ച് ശർക്കര ഉണ്ടാക്കുമ്പോ കുറച്ച് കഴിച്ചോളൂ. കരിമ്പിന്റെ നീരാണ് നിങ്ങൾക്ക് വയറ് നിറച്ച് കുടിക്കാം, 1-2 ഗ്ലാസ് കുടിക്കാം. പ്രമേഹ രോഗം പോലും മാറാൻ സഹായിക്കുന്നതാണ് കരിമ്പിന്റെ നീര്. അത് ശർക്കരയാക്കി കഴിയുമ്പോ അത് മൃഗഭക്ഷണമായി അതേ കഴിക്കുന്നത്. അത് പഞ്ചസാര, ചാരായ, മുളാസസ്, ചാരായെല്ലാം മാറ്റി പഞ്ചസാരയാക്കി കഴിയുമ്പോ യാതൊരു പോഷകവും ഇല്ലാത്ത, കഴിച്ചാൽ കാൽസ്യത്തെ പല്ലിന്ന് വലിച്ചെടുക്കുന്ന, എല്ലിന്ന് വലിച്ചെടുത്ത് മാത്രം ദഹിപ്പിക്കുന്ന, ഫോസ്ഫറസും ബി കോംപ്ലക്സും കൂടെ വലിച്ചെടുത്ത് ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപകടകാരിയായി, ക്യാൻസർകാരിയായി മാറുക. അതാണ് പ്രേതഭക്ഷണം. ശരിയായ ഭക്ഷണത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. ഈ ഭക്ഷണത്തിൽ തന്നെ, ജീവനുള്ള ഭക്ഷണത്തിൽ തന്നെ 4 തരം ഭക്ഷണത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തെ കഴുകി ശുദ്ധിയാക്കി തരുന്ന ക്ലെൻസിങ് ഫുഡ്. രണ്ടാമത്തത് രോഗം മാറ്റാൻ സഹായിക്കുന്ന ഹീലിംഗ് ഫുഡ്. മൂന്നാമത്തത് ശരീരത്തിന് എനർജി തരുന്ന, രോഗമെല്ലാം മാറിക്കഴിഞ്ഞാലേ എനർജി വരാൻ പാടുള്ളൂ. രോഗിയുടെ ശരീരത്തെ എനർജൈസ് ചെയ്താൽ കടലിരിക്കുന്ന കപ്പലിൽ സ്വർണം കയറ്റി വിട്ടാൽ കൊണ്ട് കള്ളം പോകും. രോഗമുള്ള ശരീരത്തിലേക്ക് എനർജി കൊടുത്താൽ ആ എനർജി കൊണ്ട് രോഗം ശക്തിപ്പെടും. Pharmacotherapeutics, 21st revised edition, page number 160. The role of fever in the defense reaction is not clear. Medical test പറയുന്നത് ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ പനിയുടെ പങ്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുണ്ടാവുന്നു. ക്ലിയർ, വ്യക്തമല്ല. ഇനി ഇവർ എന്ത് റിസർച്ചാണ് നടത്തിയത്, എന്ത് പഠനമാണ് നടത്തിയത്? Role of fever in the defense reaction is not clear, though increased destruction of Tripulma pallidum, which causes syphilis at high temperature, has been reported. കൂടുതലിരിക്കുന്ന പനിയുടെ ചൂടില് സിഫിലിസ് പിടിപ്പിക്കാൻ വന്നിരിക്കുന്ന അണുക്കളായ ട്രിപ്പുളിമ പാലിനെ ചത്തുപോകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇനി ഇൻ പ്രാക്ടീസ് ശരിക്കുള്ള തത്വം, പക്ഷെ പ്രയോഗത്തിൽ അതിനെക്കുറിച്ചാണ് മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത്. ഇൻ പ്രാക്ടീസ്, as with pain,
from fever with drugs and to comfort of the patient. In practice, ants with pain, relief from fever with drugs adds to the comfort of the patient. It also impresses the patient and the relatives favorably about the therapeutic ability of the doctor. ചെയ്തു വരുന്നത് പനിക്ക് മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ പനിയുടെ അസ്വസ്ഥതകൾ വേദനയൊക്കെ കുറയുന്നു, പനി കുറയുന്നു. ഇത് രോഗിക്കും ബന്ധുക്കൾക്കും ഡോക്ടറുടെ ചികിത്സിക്കാനുള്ള കഴിവുകൾ മാറ്റിക്കൊണ്ടാകുന്നു. മെഡിക്കൽ ടെസ്റ്റിലാണ് ചെപ്പടി വിദ്യക്കാരൻ ഇവരെക്കാൾ എത്രയോ ഭേദമാണ്. ചെപ്പടി വിദ്യക്കാരൻ പനി വന്ന ചാവില്ലേ അമ്മവിടുണ്ട്, പനി വന്നാൽ ചാവില്ല അമ്മ മുഴുന്നത് വാടകക്കാരൻ പറഞ്ഞ അവരുടെ മുകളിൽ ഇരിക്കാൻ പറഞ്ഞു. അമ്മമാരുടെ കയ്യൊക്കെ കണ്ടു. പനിക്കു പട്ടിണി അമ്മ പറഞ്ഞു, അല്ലല്ല പരാസറ്റമോളമാവൻ പറഞ്ഞു, ഡോക്ടർ അമ്മാവൻ പറഞ്ഞു. പനി വന്ന ചാവില്ലേ അമ്മാവിനുണ്ട്, പനി വന്ന ചാവില്ലേ അമ്മാവിനുണ്ട്, പനി വന്നാൽ ചാവില്ല അമ്മൂമ്മ, പനി വന്നാൽ ചാവില്ല അമ്മൂമ്മ. ചെറുപനിയെ കൊറോണ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ശരീരത്തില് വേണ്ടാത്ത സാധനത്തെ കത്തിച്ചു കളയാൻ ശരീരത്തോട് അതിന് മരുന്ന് കഴിച്ചവരെല്ലാം എത്തിക്കും. വാക്സിൻ എടുത്തവര് 2 കൊല്ലത്തിനുള്ളില് ഈ വാക്സിൻ എടുത്തവർക്ക് എന്താ സംഭവിക്കാൻ പോവുമെന്ന് നോക്കിക്കും. കൂട്ടമരണം, പുതിയ പുതിയ രോഗങ്ങളുടെ പേര് വാക്സിൻ ഇൻഡ്യൂസ്ഡ്. ഓരോ കേരളത്തിലെ ഓരോ ജില്ലയിലും വാക്സിൻ കൊണ്ട് മരിക്കുന്ന 8-10 പേരുടെ കുഞ്ഞുങ്ങളുടെ റിപ്പോർട്ടുകൾ ലോകാരോഗ്യ സംഘടനയിലുണ്ട്. നിങ്ങളോട് പറയുകയല്ല, അവിടെ രക്ഷാകർത്തകൾ പറയാം, കുടുങ്ങി മരിച്ചു എന്ന് പറയും. വാക്സിൻ എടുത്ത് മിക്ക ദിവസമാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും കുട്ടി മലപ്പാടിൽ തുടങ്ങി മരിക്കുമോ? ഈ കൊടിയ തന്നെ ചുമയും അസ്വസ്ഥയെ കാണുന്നുണ്ട്. അവിടെ ഇത് കടന്ന ഉണക്കത്തിന് മരിച്ചു പോകുമ്പോൾ വാക്സിന്റെ ഇൻഗ്രീഡിയൻസില് അലോണിയം ഹൈഡ്രേറ്റ്, അലോണിയം സാൾട്ട്, അലോണിയം സൾഫേറ്റ്. വാക്സിൻ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്ക്. ഇനി വിവരാവകാശ പ്രകാരം വാക്സിൻ കൊണ്ട് കേരളത്തിലുണ്ടായ മരണങ്ങളുടെ വിസ്തൃതരാമ അപ്പം പുറത്തു വരും. അതുകൊണ്ട് വ്യത്യസ്തമായ ജീവിതം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ആരെയും വിശ്വസിക്കാനില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആരെയും വിശ്വസിക്കാനില്ല. ഏറ്റവും കൂടുതൽ നമ്മെ നശിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പുകാരാണ്. കൈക്കൂലി വാങ്ങി നമ്മെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് വരിക, എല്ലാ തരത്തിലും സ്വയം പര്യാപ്തത നേടുക. ആ തരത്തിൽ യൂണിറ്റ് തെറാപ്പിയെ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നന്ദി. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രമേഹ രോഗവും യൂറിൻ തെറാപ്പിയും എന്ന വിഷയത്തെക്കുറിച്ച് അതിനെ ആധികാരികമായി നമുക്ക് അതിന് വിവരണം തരുന്നതിന് വേണ്ടി ബഹുമാനായ അഡ്വക്കേറ്റ് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളെല്ലാം ഇങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ബദൽ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകും. അതൊന്നും ഇല്ലാതെ വരുന്ന ആളുകളുടെ സാന്നിധ്യം നമുക്കൂടെ നോക്കുമ്പോൾ തന്നെ അറിയാം. ഒരു 80% ആളുകൾ 50 കഴിഞ്ഞവരാണ്, അല്ലെ? 80% പേർ, 80 അല്ല 90% പേര് 50 കഴിഞ്ഞവരാണ്. 50-ൽ താഴെയുള്ളവർ പേരിലുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് അറിയാം. നമുക്കറിയാം, നമ്മുടെ സംവിധാനങ്ങളിൽ നമുക്ക് അത്രത്തോളം അത്ര വിശ്വാസം പോരാ. നീ എത്ര ശാസ്ത്രീയമെന്ന് പറഞ്ഞിരുന്നാലും നമ്മളത് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കാണ് നമ്മൾ ബദൽ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. ആ നിലയിൽ നമ്മുടെ അന്വേഷണങ്ങൾ ഇങ്ങനെ പല
മേഖലകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് തടയും. അങ്ങനെ തടഞ്ഞതാണ് നമ്മൾ യൂറിൻ തെറാപ്പി. നമുക്ക് ഈ പറഞ്ഞതുപോലെ 2012 ഞാൻ യൂറിൻ തെറാപ്പി ചെയ്യാനിടയായത്, ആദ്യമായിട്ട് ചെയ്യാനിടയായത്. എനിക്ക് അതിന് ശേഷമുണ്ടായ അനുഭവങ്ങൾ മാത്രം പറയാൻ തുടങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 മണിക്കൂർ. ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന സിന്ധു അല്ലേ, സിന്ധു വന്നിട്ടുണ്ട്. സിന്ധുവിലേക്ക് അനുഭവം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന അനുഭവമാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സിന്ധു കൂതപ്പുറം സിന്ധുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സിന്ധു എന്റെ വാട്സപ്പ് ചാനലുകളിലൊക്കെ സിന്ധുവിന്റെ ശബ്ദം വളരെ ഫെമിലിയറാണ്. കാരണം എനിക്ക് അയക്കുന്ന 3 വോയിസ് മെസ്സേജസ് ഉണ്ടല്ലോ, കിടക്കുന്ന 3 വോയിസ് മെസ്സേജസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ ഒരു വൈദ്യശാസ്ത്രത്തിൽ നൽകാൻ കഴിയാത്ത അത്ഭുതകരമായ മാറ്റത്തിന്റെ ഉടമയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു നമുക്കൊരു ആവേശം വരുന്നത്, ത്രില്ലുണ്ടാകുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ മേഖലകളും ആ സമയവും ഒക്കെ കഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഡയബറ്റിക് രോഗത്തെ നമുക്ക് യൂറിൻ തെറാപ്പി കൊണ്ട് നേരിടാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായ ചോദ്യങ്ങളിൽ ഒന്ന് തന്നെ അതായിരുന്നു. അതായത് ഞാൻ 34 വർഷമായിട്ട് ഞാൻ ഇൻസുലിൻ എടുത്തു. ഞാനിപ്പോ കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് ഞാൻ യൂറിൻ തെറാപ്പി ചെയ്യുന്നു. പക്ഷേ എനിക്ക് എന്റെ ഇൻസുലിൻ എടുക്കുന്നതിന്റെ അളവിനെ ഇതുവരെ കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ന്യായമായ ചോദ്യം എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നതാണെങ്കിലും അതിനകത്ത് ഒരു അപകടം നമ്മൾ അറിയണം. ഒരു ഡയബറ്റിക് രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻസുലിൻ അയാളുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പര്യാപ്തമായ നിലയിൽ കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് അയാൾ ഡയബറ്റിക് ആണെന്ന് ആദ്യമായിട്ട് അറിയുന്നത്. അതായത് രക്തത്തിൽ പഞ്ചസാര നിൽക്കുന്നതിന്റെ അല്ലെങ്കിൽ മൂത്രത്തിൽ പഞ്ചസാര നിൽക്കുന്നതിന്റെ അളവ് കൂടുന്നത് പരിശോധിച്ചിട്ടാണ് ഒരാൾ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ അറിയുന്ന സമയത്താണ് അയാൾ യൂറിൻ തെറാപ്പി ചെയ്യുന്നത് എങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞ എന്റെ ഗവേഷണങ്ങൾ, എന്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലബോറട്ടറി പോയി പരിശോധിക്കുന്നതല്ല. നമുക്ക് കിട്ടുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ ആളുകളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ. നേരത്തെ വടക്കഞ്ചേരി സാർ പറഞ്ഞതുപോലെ ഇതില് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അലോപ്പതി ഡോക്ടർമാർ അവരുടെ മരുന്നുകളൊന്നും മനുഷ്യരിൽ പരിശോധിക്കുന്നില്ല. നേരത്തെ ഞാൻ ഇന്റർവ്യൂവിൽ എടുത്തപ്പോഴത്തേക്ക് IMAയുടെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്താണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കണമെങ്കിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവർ വേണ്ടേ? നിങ്ങൾ തെറ്റാണ് ഉപയോഗിക്കരുത് എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിലും അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇത് തെറ്റോ ശരിയോ എന്നുള്ളത് അന്വേഷിച്ചെങ്കിൽ മാത്രമല്ലേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ലോകം മുഴുവൻ പരീക്ഷണങ്ങൾ നടത്തുന്നു. ലോകം മുഴുവൻ നടത്തുന്ന പരീക്ഷണങ്ങളിൽ നമ്മുടെ മൂത്രത്തിൽ മരുന്നുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. ഇത് ഇന്ത്യയിലാണ് ഗവേഷണം നടത്തുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണവും നടക്കാതെയാണ് ഈ ഡോക്ടർമാർ വന്നിട്ട് നമ്മളോട് പറയുന്നത് ഇതിന്റെ ശാസ്ത്രീയ അടിത്തറയാണുള്ളതാണ്. ഇതിന്റെ ശാസ്ത്രീയത അടിത്തറ കണ്ടെത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാട്ടർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, യൂറിൻ തെറാപ്പി എന്ന് പറയുന്ന പുസ്തകം വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ യൂറിൻ തെറാപ്പി ചെയ്യുന്നവരായിട്ട് ഈ രാജ്യത്തുണ്ട്, ഇല്ലെങ്കിൽ ഈ സംസ്ഥാനത്തുണ്ട്. നിങ്ങൾ അവരെ വെച്ച് പരീക്ഷിക്കും. നിങ്ങൾ എന്തിന് എലികളിലും അത് അല്ലെങ്കിൽ ഉയരുകളിലും ഒക്കെ നിങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾ അവരെ വെച്ച് പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് സത്യമുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ. ഇതുവരെയായിട്ട് മൂത്രം കുടിച്ചതിന്റെ പാർശ്വഫലമുണ്ടായി എന്ന് പറഞ്ഞ് ഇത്രയും ആളുകൾ എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടല്ലോ. മൂത്രം കുടിച്ചതിന്റെ പാർശ്വഫലമുണ്ടായി, ഞങ്ങൾക്ക് അപകടമുണ്ടായി, ഞങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിന് തകരാറുണ്ടായി എന്ന് പറയുന്ന ഒരാളെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ ആത്മാർത്ഥമായി പറയാം, നമ്മൾ സത്യസന്ധമായി പറയാം, വേറെ കാര്യമില്ല. നമ്മൾ മൂത്രം കുടിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, കുടിക്കാൻ പറയുന്നു എന്ന് പറയുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ മൂത്രം കുടിച്ചതിന് വേണ്ടി എനിക്ക് ഇല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായി, ദോഷങ്ങൾ ഉണ്ടായി, ഗുണങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെ അറിയാൻ കാണാം. എന്തെങ്കിലും ഒരു ദോഷമുണ്ടായി എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ അനുഭവത്തിൽ ഇതുവരെയില്ല. അപ്പൊ നമ്മള് ഇതിന് പ്രയോജനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ ശാസ്ത്രീയത കണ്ടുപിടിക്കേണ്ടത് ഈ രാജ്യത്തെ ഗവൺമെന്റാണ്, സംവിധാനങ്ങളാണ്. ഞാൻ ഇന്നലെ മുതൽ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ സുമൂത്രം നമ്മളിൽ ചെന്നിട്ട് നമുക്ക് ഗുണകരമാകുന്നത് എന്നുള്ളത് സുമൂത്രത്തിന് നന്മ ചെയ്യുന്ന ബാക്ടീരിയകളുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഒരു കാരണം മാത്രമാണ് ഞാൻ
2% നന്മ ചെയ്യുന്ന ബാക്ടീരിയകളിലേക്കും അന്വേഷണം. അതാണ് നമ്മൾ അറിയാനുള്ളത്. ലോകം മുഴുവൻ അന്വേഷണം നടത്തിയിട്ടും ബാക്കി 98% വരുന്ന ബാക്ടീരിയ ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിക്ക് പുറത്താണ്. ഇങ്ങനെ പോകുന്ന ഈ അന്വേഷണം നമുക്കിനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ IMA-ക്കാരെ കണ്ടുപിടിച്ചിട്ട് പരീക്ഷിച്ചിട്ട് ഗുണമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് നമുക്ക് യൂറിൻ തെറാപ്പി ചെയ്താൽ മതിയോ? അപ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ എന്തായി പോകും? അതുകൊണ്ട് നമ്മളിതിനെ ശാസ്ത്രീയത തെളിയിച്ചിട്ടേ കുടിക്കുള്ളൂ എന്ന് വാക്യമുണ്ടെങ്കിൽ ആരും പറഞ്ഞത് നിലയില് ഞാൻ പുലിയെ പിടിക്കേ അങ്ങനെയൊക്കെ തമിഴ്നെടുത്തോ വരാറില്ലേ. പക്ഷേ ഉയിര് പോയാലും ഞാൻ നിലയ്ക്ക മാട്ടേ, ഞാൻ പിടിക്ക മാട്ടേ, നിലയിട്ടാൽ ഞാൻ പുലിയെ പിടിക്കാൻ ഇവിടെ കുറച്ച് തമിഴ് സുഹൃത്തുക്കളോട് സുഹൃത്ത പാലം മുടങ്ങാതെ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നാടൻ പശുവിന്റെ പാല് കിട്ടുമെങ്കിൽ പച്ചപ്പാൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ തൈര് കഴിക്കണം. ഒരുപാടൊന്നും കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് പച്ചപ്പാൽ ഉപയോഗിച്ചിട്ട് 1 ഗ്ലാസ് 2 ഗ്ലാസ് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. ഒരു 3-4 ചെറിയ ടേബിൾ സ്പൂൺ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നിലയിലുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പഴങ്കഞ്ഞിയുടെ കാര്യം പറഞ്ഞു. പഴങ്കഞ്ഞി ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തവിടുള്ള അരി. ഇപ്പം നമുക്ക് ഈ റോബിൻ ഫുഡ് പോലെയൊക്കെ തവിടുള്ള അരി നമുക്ക് മാർക്കറ്റിൽ വളരെ എല്ലാ ഭാഗത്തും വാങ്ങാൻ കിട്ടും. ഈ തവിടുള്ള അരിയുടെ ഉപയോഗം, തവിടാണ് ഏറ്റവും പ്രധാനം ഈ ബാക്ടീരിയകളുടെ നിലനിൽപ്പ്. നമ്മൾ സുമൂത്രമാനം ചെയ്തതുകൊണ്ട് മാത്രം ബാക്ടീരിയക്ക് നിലനിൽക്കാനാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, കുടൽ ശക്തമെങ്കിൽ ഉടൽ ശക്തമാണ്. അപ്പൊ കുടലിലെ ബാക്ടീരിയകളെയാണ് നമ്മൾ ശക്തിപ്പെടുത്തി നിർത്താനുള്ളത്. കുടൽ ശക്തം എന്ന് പറഞ്ഞാൽ കുടലിന്റെ അതിന് തൊലിക്കുള്ള ശക്തിയല്ല ഉദ്ദേശിച്ചത്. കുടൽ ശക്തമെങ്കിൽ കുടൽ ശക്തം എന്ന് പറയുന്നത് കുടലിലെ നന്മ ചെയ്യുന്ന ബാക്ടീരിയകളാണ്. ആരിലാണോ ഈ നന്മ ചെയ്യുന്ന ബാക്ടീരിയകൾ സജീവമായിട്ടുള്ളത് അവർക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. ഉള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. ഡയബറ്റിക് പോലുള്ള രോഗങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നന്മ ചെയ്യുന്ന ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നതിൽ നമ്മൾ സജീവമായി ശ്രദ്ധ ചെലുത്തുക. ഈ രീതിയിലാകുമ്പോൾ കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട പോഷക ഗുണങ്ങൾ മുഴുവൻ എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ നന്മ ചെയ്യുന്ന ബാക്ടീരിയകളുടെ സജീവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ ക്രിയാത്മകമായി വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഉണർവും ഉന്മേഷവും അതുപോലെ തന്നെ ആരോഗ്യവും. ഈ ശരിക്കും ഡയബറ്റിക് രോഗികളിൽ ഒട്ടുമിക്ക ആളുകളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പോഷകക്കുറവും അതുപോലെ തന്നെ ആരോഗ്യക്കുറവുമാണ്. അപ്പൊ ഈ പോഷകക്കുറവിനും ആരോഗ്യക്കുറവിനും നല്ലൊരു പരിഹാരമായിരിക്കും നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ആമുഖമായി പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മറ്റ് വശങ്ങൾ കൂട്ടി വന്നിട്ടുണ്ട്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹനിധികളെ, ഈ ദേശീയ സമ്മേളനത്തിൽ യൂറിൻ തെറാപ്പിയെ കുറിച്ച് ഒരു കവിത എഴുതി ഇവിടെ ആരംഭിക്കുന്നതിനുള്ള അനുവാദം എനിക്ക് തന്ന ഇതിന്റെ ഭാരവാഹികളോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഈ കവിത ഞാനിവിടെ പാരായണം ചെയ്തു. കവിതയെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. ഇതൊരു ആശംസയോ ഒരു പരിചയപ്പെടുത്തലോ ആകാം. അത് കേൾക്കുന്ന നിങ്ങൾ ഏത് തരത്തിലായാലും കണക്കിലെടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ആരംഭിക്കും. നമിച്ചിടുന്നു യൂറിൻ തെറാപ്പിക്ക് വേന്മയേറിയ മഹാരഥന്മാരാം മാന്യമുദാനിദേശായി പ്രതിഭകൾ ശിവാംബുദയം എന്നറിയപ്പെട്ടിരുന്നു യൂറിൻ തെറാപ്പി എന്നും
കേരളമാതാവിൻ പ്രിയപുത്രിയാം വട്ടോളി നൽകിയ പ്രിയപുത്രൻ നാരായണൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ മരണം മുന്നിൽ കണ്ടവർക്കൊക്കെയും യോഗ്യനാൽ പുനർജന്മം നൽകിയ യോഗി ധന്യനാം നാരായണൻ ആരോഗ്യവും അതിലൂടി സമ്പത്തും കേരള മക്കൾ കേറിയ മാന്യമിത്രമരവിന്ദാക്ഷൻ പതിറ്റാണ്ടുകളുടെ ശ്രമഫലമായി യുവതിയെ വിതിരയിൽ ധന്യമാക്കി ഉള്ളൂരാകാന്തോ കവിക്കയഞ്ഞിറങ്ങപ്പോൾ ായ വിജയന്മാർ മൂന്നു പേർ വിദുരയിൽ യോഗ്യ വളർത്തിയ ത്രിമൂർത്തികൾ ഹോട്ടൽ രോഹിണി ഇന്റർനാഷണൽ ദേശീയ വേദിയായി നൽകിയ വിജയന്മായ അഭിനന്ദനം അശ്വക്കരവിന്ദാസന്മാർ വിജയന്മാർ അച്യുതന്മാർ തുളസീസ ബസുമാമാഷു മണികണ്ഠൻ ഗിരീശൻ ബാലകൃഷ്ണൻ അച്യുതൻ തിരുമാലം ഇളം മഞ്ഞു കുളിർപ്പോഴും സഖ്യന്റെ ഇതിഹാസ പുരുഷൻ പാർത്തിരുന്നോരിടം ഇന്നീ കൂട്ടായ്മ കൊണ്ട് അഭിമാനപൂരിതമാകണം നമ്മുടെ ജന്മദേശം. ഡോക്ടർ പലേക്കർ ചിരോടോയി കർഷകരെ ധന്യരാക്കിയപ്പോൾ ദേശീയ കൂട്ടായ്മ പ്രതിഭകളും ചേർന്ന് മെഡിറ്റേഷൻ ആക്കി മാറ്റും നിശ്ചയം. ലോകം മുഴുവനും ഉറ്റുനോക്കുന്നു ഈ ചികിത്സാമന്ത്രം. സമ്പത്തും ആരോഗ്യവും നേടുവാൻ വരും തലമുറയ്ക്ക് അനുഗ്രഹം നൽകിയിടട്ടെ. നേരുന്നു നന്മകൾ ദേശീയ കൂട്ടായ്മയ്ക്കും പ്രതിഭകൾക്കും. യോറിന്തരാത്തി ധന്യമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശീയ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു കവിത എഴുതുവാനുണ്ടായ പ്രചോദനം നമ്മുടെ പ്രതിഭകൾ ആയ മാന്യമിത്രങ്ങൾ ഇവിടെ നമ്മെ പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ അതിൽ നിന്ന് കേട്ടതിന്റെ അറിവുകളുമാണ് ഇന്നലെ ചെന്നിരുന്ന് ഈ കവിത എഴുതി. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അതിനേക്കാൾ പ്രയോജനമുണ്ടായത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് തുളസി സാർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരുത്തി ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു കവിത വേണമെന്ന്. ഈ കവിത ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് അനുവാദം തന്ന ഇതിന്റെ സംഘാടക പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ ദേശീയ കൂട്ടായ്മ വൻ വിജയമാക്കി തീർത്താൽ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ സംരംഭം വിജയമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ചോദിക്കുന്നു. ഈ ദേശീയ സമ്മേളനത്തെ ലോക സമ്മേളനമായി മാറി. നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു മാതൃഭൂമിയുടെ ഒരു ലൈവ് പ്രോഗ്രാം നിങ്ങളാരും കണ്ടില്ല, സമയം കിട്ടുമ്പോൾ യൂട്യൂബിലൂടെ കാണാം. നമ്മളെല്ലാവരും അതിൽ നിന്നുണ്ട്. ഇന്നത്തത് കട്ടിയത് എല്ലാവരുടെയും ഇന്റർവ്യൂ കൂടെ ചേർത്തിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിനെ ലഭ്യമാക്കിയ, അതായത് അലോപ്പതി ഡോക്ടറോട് തർക്കിച്ച് അതെല്ലാം ശരി ഇതൊന്ന് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോടെ എല്ലാ ശ്രമിക്കുകയും ഒരു നല്ലൊരു
ഒരാളെ പരിചയപ്പെടുത്തിയില്ല. നിങ്ങളെല്ലാവരെയും നമ്മളെയൊക്കെ സുപരിചിതനായ ശാരിപാത രവിയെന്നാണ്. ശാരിപാത രവി ശാരിപാത നമ്മുടെ വീരേന്ദ്രകുമാർ സാറിന്റെ പാർട്ടിയായി ബന്ധപ്പെട്ട് നേരത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. 3 പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ കേരളം മൊത്തം വീരേന്ദ്രകുമാർ സാറിനോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. തന്നെ ഇവിടെ വന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്ന നാളെ തന്നെ യുവതറാപ്പി ചെയ്യണമെന്നും കൂടി ഒരു അഭ്യർത്ഥനയാണ്. നമുക്ക് നമ്മുടെ ദേശീയ സമ്മേളനം ഇവിടെ അവസാനിക്കുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. 2 മണിക്കാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടത്. അത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാ ബഹുമാനപ്പെട്ട തോമസ് സാറാണ്. അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ അത് കഴിഞ്ഞ നമുക്കൊരു പ്രതിനിധി സമ്മേളനം, അടുത്ത സമ്മേളനം നമുക്ക് നടത്തണ്ടേ, എവിടെയാണ് എന്ന് തീരുമാനിക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രതിനിധി സമ്മേളനം, അടുത്ത സമ്മേളനം എവിടെയെങ്കിലും തീരുമാനിക്കണം. അതിനുള്ള സംസ്ഥാന ഭാരവാഹികൾ തീരുമാനിക്കണം. അതേപോലെ തന്നെ നേതൃത്വ പരിശീലനത്തിന് ആൾക്കാരെ തീരുമാനിക്കണം. ഇതിനേക്കാളും നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള, കാരണം തീർച്ചയായിട്ടും ഇപ്പൊ ഒരു നമ്മുടെ യുവത തെറാപ്പി ഒരു ലോകമെമ്പാടും തന്നെ ഒരു ഓണം വന്നിട്ടുണ്ട്. അതിൽ ആശയോടുകൂടി ആൾക്കാർക്കെല്ലാം ഒരുവിധം വ്യക്തമായിട്ടുണ്ട്. എല്ലാവരുടെയും ടെലിഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരും. എന്ത് സംശയം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട ഒരു മറുപടി പറയും. അപ്പോൾ ഒരു ഗ്രൂപ്പും 2500-2800 പേരും ഉണ്ട്. അതെല്ലാം ഒന്നുകൂടി ആക്റ്റീവ് ആകണം. അതിന് പ്രവർത്തകർ വേണം. ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം, ഞായറാഴ്ച ആയതുകൊണ്ടെന്ന് ആൾക്കാർ കുറയോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിൽ തന്നെ ഇന്നലത്തെ പോലെ തന്നെ ഈ സ്റ്റേജ് നിറഞ്ഞ് കവിയാൻ വേണ്ടിയിട്ട് കവിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം തന്നെ നമുക്ക് ആവേശം കൊള്ളുന്നതാണ്. ഇനി അടുത്ത സംസ്ഥാന സമ്മേളനം, ദേശീയ സമ്മേളനം വളരെ ഗംഭീരമായിട്ട് നടത്തണമെങ്കിൽ പ്രവർത്തകരെ വേണം. അതിന് സന്നദ്ധരായ ആൾക്കാർ ഇവിടെ ചെയ്ത് തെരഞ്ഞെടുക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. 2-3 ദിവസത്തെ യാത്രയിലൊക്കെ ഇവിടെ വന്നവരാണ്. ഇനിയിപ്പോ ഇതിന്റെ അവസാനത്തെ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് 2011 എൻ്റെ അസുഖം തുടങ്ങുന്നത്. എനിക്ക് അൾസർ, അതായത് കുടലിലാണ് അൾസർ. അത് നേരത്തെ എനിക്കൊരു സിംറ്റംസും ഇല്ലായിരുന്നു. അത് കുടലിൽ അൾസർ ഒന്ന് പൊട്ടുന്ന സമയത്താണ് എനിക്ക് ഇന്ന പ്രോബ്ലം അറിയുന്നത്. പക്ഷേ അതിനെ തുടർന്ന് തന്നെ എനിക്ക് ഒരു 5 വർഷം കൂടുമ്പോൾ ഇതേപോലെ മുഴകൾ വരും, പൊട്ടും. അങ്ങനെ 2-3 കൊളോണോസ്കോപ്പി കഴിഞ്ഞു. അപ്പം ഈ 2011 എനിക്കിത് വീണ്ടും കലശലായി. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ട് നടത്തുന്നതാണ്. പിന്നെ അതെനിക്ക് കലശലായപ്പോൾ ഈ പാർലർക്ക് മതിയാക്കി വീട്ടിലോട്ട് പോരേണ്ടി വന്ന സന്ദർഭത്തിലാണ് ഞാൻ ഇതിന് മുന്നേ ഞാൻ 2 വർഷമായിട്ട് ഇതിലെല്ലാം കൃഷി ആരോഗ്യം ഗ്രൂപ്പിലുള്ളതാണ്. എന്നാലും ഞാൻ ഇതിനകത്ത് എൻ്റെ അസുഖ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കർക്കിടക ചികിത്സയെ പറ്റിയുള്ള ചർച്ച വന്നപ്പോൾ എൻ്റെ അസുഖക്കാരി പറയുകയും പിന്നെ വിജയനും അഡ്വക്കേറ്റ് അരുകാശ സാറൊക്കെ എന്നെ വിളിച്ചു. എൻ്റെ അസുഖ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറിച്ച് പറഞ്ഞു. അതെല്ലാം നിർബന്ധമായും കുറിപ്പിച്ചതിന് വിജയനാണ് എന്നെ കൊണ്ട് നിർബന്ധമായും കുറിപ്പിച്ചത്. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എന്ത് ഞാൻ കഴിക്കും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അന്ന് ഞാൻ ടെൻഷൻ അനുഭവിച്ചു. പിന്നെ അത് എന്റെ സഹപാഠിയായ വിജയകുമാറിൽ നിന്നാണ് ഞാൻ ഈ യൂറിനറിയെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. അതിനുടനെ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അസുഖത്തിന് പറ്റിയ വിജയകുമാറിനെ വെച്ചോണ്ട് ഞാൻ വിജയനോട് ചോദിക്കാം. പക്ഷെ ഞാൻ തന്നെ ചോദിക്കാം. എനിക്ക് അങ്ങനെ പരിചയമുള്ളതാണ് എന്നെ വിളിക്കാൻ വന്നിട്ട് ഞാനായിട്ട് വിളിക്കാതിരുന്നതാണ്. പക്ഷേ അങ്ങനെ പിന്നെ അതിനെക്കാട്ടി മുമ്പ് എനിക്ക് നന്ദി പറയാനുള്ളത് ഇന്നലെ വന്ന ജോമാർ പിന്നെ എൻ്റെ അതുകൊണ്ട് പിന്നെ എനിക്ക് പുതിയ പോളിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെഡിസിൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോഴും ഞാൻ എനിക്ക് ഇന്നലെ വരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായി. ഞാൻ ഇന്നലെ ജോമാറിന് പോയി സിന്ധുസത്തിനുണ്ടോ എന്ന് രണ്ടാഴ്ചമാക്കി വിളിച്ചു. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാതെ ഇത്രയൊരു അനുഭവമാണ് ഞാൻ ഇവിടെ വന്നത് പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ജോമാറിൻ്റെ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഇന്ന് വരാൻ പറഞ്ഞു. പിന്നെ എനിക്കൊരു ഫ്രണ്ടിനെ കൂടെ ഒപ്പിച്ചാണ് ഞാൻ ജോമാറിൻ്റെ നിന്ന് വന്നത്. അത് ജയമാനിൽ നിന്ന് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതിൽ ഭയങ്കര താങ്ക്സ് ഉണ്ട്. എനിക്ക് സങ്കടം വരും. കാര്യം അത്രയ്ക്ക് ഞാൻ ഈ അസുഖം കൊണ്ട് ഒരുപാട് വിഷമിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ആകെ ഉള്ളത് യൂറിനറി മാത്രമാണ്. പക്ഷെ ഞാൻ മോശം ടെസ്റ്റ് ചെയ്തു, എനിക്ക് നെഗറ്റീവാണ്. അതും ഭയങ്കര ഇവിടെ വരാൻ വന്ന് ഇത് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ മോശം ടെസ്റ്റ് ചെയ്തു, എനിക്ക് നെഗറ്റീവാണ്. അതുകൊണ്ട് എല്ലാവർക്കും ജീവനായ എൻ്റെ സാഹചര്യത്തിനില്ല.
നിർദ്ദേശിക്കുന്നത് തന്നെ അതുപോലെ പൂർണിമ മാഡത്തിനെ വിളിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. ഡോക്ടർ സംശയങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഇന്ന് എന്നെ കൊണ്ടെത്തിച്ച് ജവമാന്ന് എനിക്ക് എന്നെ എല്ലാം പറഞ്ഞത് ഇപ്പൊ 2 ദിവസമായി നടക്കുന്ന ഈ ഫൗണ്ടേഷൻ ഒരു വലിയ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്കുണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് എനർജിയിൽ നിന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. കാരണം ഞങ്ങൾ എപ്പോഴും അറിയിട്ടുകൊണ്ടിരിക്കുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജി വന്നപ്പോൾ എല്ലാവർക്കും ജഗദീശ്വരൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാ അസുഖങ്ങളും കടക്കലുകളുടെ യൂറിൻ തെറാപ്പി മൂലം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരു പ്രാർത്ഥന. സുഖം നിങ്ങൾ 10 ആള് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 10 ആള് വീതം